ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയി കൊടുക്കും ജീവൻ തന്നെ അപകടത്തിലായി പോയി എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, കാണാത്തവരെന്തായാലും കയറി കണ്ടോട്ടോ. മുമ്പൊക്കെ നമുക്ക് അസുഖം വന്ന ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ ഉള്ളതിലും കൂടുതൽ ഡോക്ടർമാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം കയറി നമ്മൾ തിരയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഒരു വെള്ള കോട്ടൂട്ട് കഴുത്തിലൊരു കുഴലും തൂക്കി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കഥ പറയണം മിക്ക ഡോക്ടർമാരും മെഡിക്കൽ കോളേജിൻ്റെ പടി കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പഴയ പോലെ ഹോസ്പിറ്റൽ തുടങ്ങാൻ വലിയ കെട്ടിടങ്ങളൊന്നും ആവശ്യമില്ല. ഒരു കടമുറി കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിത്യസന്ദർശകരായിട്ട് നമ്മളെപ്പോലത്തെ നിത്യരോഗികളുള്ളതിൻ്റെ പേരിൽ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇനി ഇതും കൂടാതെ നമ്മളെ വെളുത്ത് പാറിക്കാനുള്ള ക്രീമും തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള പൊടിയുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക, ഇവർക്കൊക്കെ ഇത് ബിസിനസ്സും നമുക്ക് നമ്മുടെ ജീവിതമാണ്. എന്തും നല്ലതാണ്, അത് അതിൻ്റെ ഒരു ലെവലിന് ചെയ്യുമ്പോൾ. അമിതമായ അമൃതും വിഷം എന്ന് പറയാറില്ല. ഈ സെക്സ് അപ്പിയറിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഉള്ള കോലം പോരാന്ന് തോന്നുന്നതും ഇതുപോലത്തെ വയ്യാവലിക്കൊക്കെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നതും. ഇതൊക്കെ ഒടുക്കം നമുക്ക് തന്നെ പാരയായിട്ട് മാറുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. എന്തൊക്കെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താലും ഒരിക്കലും നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ റിസ്ക് എടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്.